ഓക്കെ ഗൈസ്, നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടുത്തെ തുടങ്ങാം. കലവുമായിട്ട് നമ്മൾ അമ്മയുടെ കസിൻ്റെ വീട്ടിൽ പോകണം. എന്തിനാണ്? ഓട്ടോ വന്നു. ലെറ്റ്സ് ഗോ. ഇനി അവിടെ ചെന്നിട്ട് കാണാം. തണുത്തോളം ചീനി കഴിക്കാൻ തീരുമാനിച്ചവരുടെ പ്ലാൻ മാറുമോ ഇനി? ഡെഡായോ? നിങ്ങൾക്ക് അങ്ങോട്ടും വസ്തുത്വം ഉണ്ടായിരുന്നില്ല, അതങ്ങ് വിൽക്കുകയല്ലായിരുന്നു. സ്വാതന്ത്ര്യം ചാവട്ടെ. ഫിയർ ആയോ അമ്മ? അമ്മ അവ പേടിച്ചിരിക്കുകയാണ്. അത് ചിഞ്ചൂല്ല. ആരൊക്കെ? പതുക്കെ തറയിരിക്കുന്നു. നമ്മള് ഡെഡ് ബോഡീനെ മാനിക്കണമല്ലോ അല്ലേടാ? ചക്കയൊന്നുമില്ല അവിടെ. അതെനിക്കറിയത്തില്ല, അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൂടുതൽ വിളിക്കുന്നത് എനിക്കൊന്നും പറ്റത്തില്ല. എന്നിട്ട് കുറെ മുട്ടയും പൊരിച്ച് മീനും കുരു വന്ന് കാണും. അവരെന്തൊക്കെ ഇപ്പൊ മുട്ട പൊരിക്കുന്നു കാണില്ല, അവരെല്ലാം മൂട്ടി കുരു വന്നു കാണും. മതി മതി വെന്ത് എന്നാ മതിയാ. എടാ ഇനി ഇത് നോക്ക് മതിയടി. തോനെയായാലേ നെയ്യ് ഇറങ്ങിപ്പോ കഴുക. മതി മതി ഇവിടെ നെയ്യ് ഇറങ്ങുന്നത്.
അപ്പി പരിച്ചു അപ്പിയപ്പ ഇതിലൊരു പ്രോ തന്നെ. സ്പൈഡർ നിന്നൊന്നും അവിടെ എങ്ങാണ്ട് ഓ എടി അപ്പിയപ്പ പ്രോ ആണല്ലേ എന്ന് ഇക്കാര്യത്തിൽ. ആ പിന്നെ ദാണം വന്ന് അവിടെ എല്ലാം വേവിച്ച് വെച്ചേക്കായിരിക്കും. ആ ആദ്യം കൈയിടുന്ന റാണിയപ്പേ കൊച്ചു മറക്കൂല. വേണ്ട മൂർച്ചയില്ലേടി 300 കട്ടി മാറിയില്ലോണോ? ഒരു വെട്ടോടെ ആർക്കും ഞാൻ ഒന്നൂടെ കുളിക്കുമ്പോൾ ഇപ്പോൾ എത്ര അല്ലേ ഉള്ളൂ. ഒരിക്കലല്ല ഞാൻ ഇന്ന് രാവിലെ കുളിച്ച്. ചുമതയാണോ മഴ മാറിയത്? എങ്ങനെ വരുമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു മഴയാണെങ്കിൽ. എങ്ങനെ വെക്കുമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ. അപ്പോഴാണ് വരുന്നത്. അതിനാണ് ശിവം എന്നെ വിളിച്ച പുതിയത് കാക്ക തൂറിയത് കാണിച്ചേരെ. പിന്നെ ഇനി കാക്ക തിട്ടത്തി എല്ലാം കൊണ്ടൊന്നും വരത്തില്ല. ഞാൻ ഒരിക്കലില്ല, ഞാൻ എനിക്ക് വിളിച്ചമ്മ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. എനിക്ക് അയ്യമ്മ വീട്ടിൽ നിന്നപ്പോ ഇല്ലായിരുന്നു. എന്നാ ഇത്ര നേരത്തിനായിട്ട് ആരെങ്കിലും കാണണ്ടേ? വരാത്തവർക്ക് പാഴ്സലും എടുത്തോളൂ. വേണ്ട വേണ്ട, ഇവിടെ വരുന്നവർക്കേ ഉള്ളു. രണ്ടാമത്തെ നട്ടലും ചേച്ചി എടുത്തത് ചുയ്യം കളഞ്ഞു പ്രയോഗിച്ചു. അപ്പോഴാണ് നമ്മൾ ഡോക്ടർ എന്ന് പറയുന്നത്, മോളെ കൊച്ചി വലിയ പ്രായമൊന്നുമില്ല മോളെ, എന്തായാലും ഇനി നടത്തിയേ പറ്റൂ. അകത്ത് കിടക്കുന്ന ആളാരാണെന്ന് നോക്കറിയാം. കോട്ടയം അപ്പോഴേ അയച്ചൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോഴേ നട്ടല് കയറ്റി. എന്തൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം മറ്റേ അനസ്തേഷ്യയിൽ ഇത് സിസേറിയൻ കഴിഞ്ഞ് എടുത്തപ്പോഴേ കൊച്ചിനെ എടുത്തപ്പം അതിൻ്റെ തലയിൽ അനസ്തേഷ്യ ഡോക്ടർമാരിരിക്കണം. അവർ പറയണേ മോളാണ് നോക്ക്. അപ്പാണ് ഡോക്ടർ പറയുന്നത് അതൊക്കെ അവർ നേരത്തെ 5-ാം മാസമേ അറിഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോഴേ എനിക്ക് വിചാരിച്ചില്ലായിരുന്നു കയറിയപ്പോഴേ ഇതായിരുന്നു നട്ടലിലായിരുന്നു. അപ്പം അക്കുവിനെ കൊണ്ട് ചെന്നപ്പോഴും SAT നട്ടലിലെടുത്തായിരുന്നു. പക്ഷെ എനിക്ക് മരവിച്ചില്ലായിരുന്നു. അവര് സൂചിയൊക്കെ കൊണ്ടുവന്ന് കുത്തിയല്ലേ. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് പറഞ്ഞു എനിക്കിതെല്ലാം അറിയാം, എനിക്ക് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ആരാന്ത അവിടെ നിന്ന് പറഞ്ഞു ഇതിന്റെ 3ാമത്തേതാണ്, അതിനെല്ലാം അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നുള്ളതായോണ്ടാണെന്ന് തോന്നുന്നു ശരീരം മരവിച്ചില്ലായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് വേണം. എന്നിട്ട് ഒരു നമ്മളെ കുടുംബത്തില് പ്രസവിച്ചത് വലിയ വശമാണ്. ബാക്കിയെല്ലാം കയറി എടുക്കാനായിരുന്നു. എന്റെ അടുത്ത് 2ാമത്തെ പ്രസവിക്കാൻ പറഞ്ഞു. ഇതിന്റെ മറ്റേല് ഞാൻ എന്തായാലും പച്ചക്ക് അത്രയും വെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു വെട്ട് വെട്ടിയാൽ മതി. എന്തൊരു വെള്ളം തിന്നൂടെ? എന്തേ പൊറോട്ടയുടെയും ചിക്കൻ്റെയും കൊച്ചുവാ. പക്ഷേ പിന്നെ എനിക്കും എൻ്റെ മക്കൾക്കും ഈ അടുപ്പിന്ന് തീയോടുകൂടി എടുത്തിട്ട് പിന്നെ അറിഞ്ഞൂടായിരുന്നു. പക്ഷേ പഠിച്ചിട്ട് ഇപ്പം പഠിച്ച് എനിക്ക് പിന്നെ ചെറുതായിട്ട് പറ്റുമായിരുന്നു. ഉണ്ണിക്ക് പാടായിരുന്നു. വായിലും കൊണ്ട് എടുത്തിട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇതും പഠിച്ചാ നീ ഇതും പഠിച്ചമ്മാന്ന്. ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ തീറ്റ ആരാണ് മോളെ? എന്റെ അമ്മച്ചിയാണ്. അവച്ച് ഡയറ്റ് ആയിട്ട് ഒതുക്കിയൊന്നും
അതവളെന്തായാലും മറക്കത്തില്ല ജന്മത്തെ. പറയുമ്പോ വൃത്തിയാക്കാൻ വന്നതാണ് പേര്. ഓടി നടന്ന് നടക്കുമ്പോഴെല്ലാം വായിൽ ഓരോന്നിട്ടുണ്ട്. കുറച്ച് എടുക്കാതെ കൊണ്ടുപോയി ഈ സമയം കൊള്ളത്തില്ല പിന്നെ എന്തൊരു പറഞ്ഞവര് എന്തെടുക്കുവാ? ആ അതിനാണോ നീ വിളിച്ചാ? റെഡി? അതിനാണോ നീ വിളിച്ചാ? എന്താ നോക്ക് നീ അങ്ങോട്ട് ഹായ്. ചിക്കനെ വിളിച്ചാണോ? ആ എന്തൊക്കെ വേണം? മസാല ഇറക്കുന്നേ കൂടെ പിടിക്കട്ടെ. ചിന്തുമാമനി അതെടുക്കാനായിരുന്ന അതല്ല ചോദിച്ചു പോയി വയറൊക്കെ കുറച്ചിട്ട് എങ്ങനെ എന്താ ഈ പറഞ്ഞില്ല എടി മാളു എനിക്ക് കൊച്ചിനെ കൊടുത്തില്ല കൂടെ കിട്ടിയില്ല നല്ല എല്ലില്ലാത്തൊരു പീസ് പീസ് തോന്നി എടുക്കുന്നവര് പൈസ തോന്നി ഇടേണ്ടി വരും. എവിടെ അമുക്കി വെച്ചേക്കുന്നു? ഞാൻ എന്റെ പെണ്ണിന് പാല് തരണോ എനിക്ക് പോണേ വഴക്കുറല്ലോ. ഞാൻ പറയേ നല്ല ചൊറിയും ജനങ്ങളും വന്ന് ഞാൻ നേരെ കഴിഞ്ഞു കുട്ടപ്പസാർക്ക് കോട് മരിച്ചെങ്ങനെ ശിവരാജ് ഊട്ടി കൊണ്ടു അതിന്റെ അന്തസ് വേറെ വല്ല ഉണ്ടാ അല്ല കഴിവുണ്ടായിരുന്നു. അവിടെ നിന്ന് തവണ തിരിഞ്ഞോട്ട് തുടങ്ങി ആയിരുന്നു.
ചുമ്മാ ഇങ്ങനെ ഇടാൻ വേണ്ടിയല്ല ഇത് പകുതി ഒരു മാസം പിന്നെ അല്ലേ അപ്പോഴും ഇത് എങ്ങനെയുള്ള നിനക്ക് വീഡിയോ എടുത്ത് എല്ലാരും റിയാക്ഷൻ കിട്ടിയെന്നറിയാൻ വയ്യ. മറ്റേ കോൺഗ്രസ് എനിക്കത് ഭയങ്കര വിഷമം വെച്ച് കഴിഞ്ഞാൽ കോഴികളെ കൂട്ടിങ്ങനെ ഇവിടെ കൈ പിടിച്ചേക്കുന്നത് ഇവിടെ ഇൻസ്റ്റ സ്റ്റോറി ഒരു നമ്മളൊരു എടാ അതെന്നെ പ്രൈവറ്റ് അക്കൗണ്ടാ. ഒന്നിനെയും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ന് തിന്നോണ്ട് തിന്നു അതിനെ ചവച്ചോട്ടാണ് പറയുന്നത്. അതേ കളർ ഷർട്ട് നമുക്ക് അടുത്ത കല്യാണം ചോദിക്കാതാ. നമുക്ക് ട്രെയിനിൽ പോവാങ്കിൽ ചിരിക്കുന്നു ഏട്ടാ ഏട്ടാ 10 മണിക്ക് കൊണ്ടുപോയപ്പോൾ എത്രയാണ് പറഞ്ഞത്? എനിക്ക് ട്രിപ്പിടാന്ന് ഡോക്ടർ ചോദിക്കുന്നു കളിപ്പാടത്ത്. ഡോക്ടർ ചോദിച്ചു ട്രിപ്പിടട്ടെ കുഴപ്പമില്ല അവിടെ നിന്ന് കഴിച്ചു ഉച്ചക്കൊന്നും കഴിക്കുന്നു. ട്രിപ്പ് കഴിഞ്ഞാൽ സമയം താമസിക്കും പോകാൻ പറ്റും. ഒരുപാട് സമയം കിടക്കണ്ടേ ജീവനോടുള്ള കോഴിയും ഇങ്ങോട്ട് ജീവനുള്ള കോഴിയായിട്ട് വന്നു. തിരിച്ച് കറി ലൂണ ടാറ്റ.